ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. അതിന് വേണ്ടത് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. 4 സവാള വേണം, 2 തക്കാളി വേണം, 2 പച്ചമുളക് വേണം. ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഒരു കുടം വെളുത്തുള്ളിയും 1 ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ വേണ്ടത് പൊടികളാണ്. പൊടികൾ വേണ്ടത് 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, അങ്ങനെ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി വേണം, 1 സ്പൂൺ ഗരം മസാല വേണം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 1 സ്പൂൺ കുരുമുളക് പൊടി വേണം. ഇത്രയാണ് പൊടികൾ വേണ്ടത്. ഇത്ര എടുത്തതിന് ശേഷം നമ്മുടെ പാത്രത്തിലേക്ക് ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ സവാള ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കണം. കൂട്ടത്തിൽ നമ്മളെടുത്ത 2 പച്ചമുളക്, അരിഞ്ഞ് വെച്ച 2 പച്ചമുളക് അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊടികളുണ്ടല്ലോ, അതെല്ലാം ഞാൻ ഒരുമിച്ച് എടുത്ത് വെച്ചേക്കുക. അതെല്ലാം കൂടെ ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലപോലെ. അതിൻ്റെ കൂട്ടത്തിൽ ഇനി ചേർക്കേണ്ടത് നമ്മൾ അരിഞ്ഞ് വെച്ച 2 തക്കാളിയില്ലേ, അത് നമ്മൾ ഒന്ന് അരച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ഇളക്കണം. ആ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി അത് നല്ലപോലെ ഉള്ളിയിൽ ചേർന്ന് വഴണ്ട് വരുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി അതിൻ്റെ ആ ഒരു ഇതൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ എടുത്തത് ഇപ്പോൾ ഒരു 1.5 കിലോ ചിക്കനാണ്. ആ നല്ലപോലെ കഴുകി വെച്ചേക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് ഇട്ട് നമ്മൾ ആ മസാല ചിക്കനിൽ പിടിക്കുന്നത് പോലെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പാത്രം ആയതുകൊണ്ടാണ് അങ്ങനെ. നല്ലപോലെ ഇളക്കി ഒരു 25-30 മിനിറ്റ് നല്ലപോലെ വേവിക്കണം. ചിക്കൻ്റെ വെള്ളം ഇറങ്ങും. അത് നല്ലപോലെ പറ്റിച്ച് നമ്മൾ റോസ്റ്റാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് മൂടി തുറന്ന് നല്ലൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാർ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.